നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, അതായത് 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗൃഹസ്ഥിതിയും ഈ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കും തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന തുലാക്കൂറുകാരുടെ 2025 വർഷഫലം എങ്ങനെയായിരിക്കുമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. തുലാം രാശിക്കാർക്ക് ഈ വർഷം, അതായത് 2025 മാർച്ച് 29 ശനി മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. അതുപോലെ തന്നെ 2025 മെയ് 14 വ്യാഴം മാറുന്നത് അഷ്ടമഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കാണ്, ഭാഗ്യഭാവത്തിലേക്ക്. അതിനാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന 2 ഗ്രഹങ്ങളും ശനിയും വ്യാഴവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ ശനിയും മെയ് മാസത്തിൻ്റെ പകുതിയോടെ വ്യാഴവും സപ്പോർട്ടായിട്ടുള്ള ഒരു രാശിയാണ് തുലാം രാശി. എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് തുലാം രാശിക്കാർ വന്നു ചേരാനിരിക്കുന്നത്. തുലാക്കൂറിൻ്റെ ധനസ്ഥിതിയുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് ഇടയാകും. സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. ധനാഗമനത്തിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. അപ്രതീക്ഷിതമായ ധനച്ചിലവുകളും ഉണ്ടാകുന്നതാണ്. ആദ്യ പകുതിയുടെ അവസാനത്തിൽ തന്നെ ധനം വർദ്ധിച്ചു വരുന്നതായി കാണാം. ഓഹരി വിപണിയിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. വർഷത്തിൻ്റെ പകുതിയോടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാകും. ധനച്ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായി വന്നേക്കാം. തൊഴിൽ രംഗം ചിന്തിച്ചാൽ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ്. ആദ്യ മാസങ്ങൾക്കു ശേഷം ചില ബുദ്ധിമുട്ടുകൾ തൊഴിൽ രംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. നല്ല ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തൊഴിലിടത്ത് പലവിധ പ്രയാസങ്ങളും തൊഴിലിൽ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാനും ആകും. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷത്തിൻ്റെ പകുതിയിൽ തൊഴിലിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, നിരവധി തൊഴിലുകൾക്ക് സാധ്യതയും ഉണ്ടാകും. ഏപ്രിൽ മെയ് മാസങ്ങൾക്കു ശേഷം തൊഴിൽ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിനും വളരെയധികം അനുകൂലമായ ഒരു വർഷക്കാലത്തിലേക്ക് തുലാക്കൂറുകാർ കടന്നു വരുന്നതാണ്. വർഷത്തിൻ്റെ പകുതി മുതൽ വളരെയധികം പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും.
IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും എല്ലാ പ്രൊഫഷണൽസിനും ഉയർച്ചകൾ ഈ വർഷം ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്കും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദേശ വിപണനം സാധ്യമാകും. ഉള്ള ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യാനും ആകും. ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. വിവാഹകാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ 3-4 മാസങ്ങളിൽ തീരുമാനമാകാൻ സാധ്യത കുറവാണ്. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടന്നു കിട്ടാനും ഇടയുണ്ട്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം. കുടുംബത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് രണ്ടാം പകുതി. മാനസിക പ്രയാസങ്ങളെല്ലാം കുറഞ്ഞു നിൽക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകും. ആദ്യ മാസങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും പ്രണയിതാക്കൾക്ക് ബന്ധത്തിന് ഉലച്ചിലുകൾ ഉണ്ടാകാനും ഇടയുണ്ട്. എന്നാൽ പിന്നീട് വർഷത്തിൻ്റെ പകുതിയോടെ ദമ്പതികളുടെ അസ്വാരസ്യങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതിനും പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാകും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുവാനും വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. മെയ് മാസത്തോടെ വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. ബന്ധുക്കളുമായി നല്ലതുപോലെ സഹകരിച്ച് മുന്നോട്ടു പോകാനാകും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മെയ് മാസത്തോടെ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ്. ആശയവിനിമയങ്ങൾ നന്നായി വരും. തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോയാൽ നല്ല മികവ് പുലർത്താനാകും. പരീക്ഷകളിൽ മത്സരബുദ്ധി വർദ്ധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായാലും പിന്നീട് അവ ഗുണപ്രദമായി വന്നു ചേരും. ഉന്നത പഠനം ഗുണപ്രദമാകും. പരീക്ഷകളിൽ വിജയിക്കാനാകും. മുതിർന്നവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകി മുൻപോട്ട് പോകേണ്ടതാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകളും അത്യന്താപേക്ഷിതമാണ്. വിദേശ പഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തിയാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത് വഴിയും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ നടന്നു കിട്ടുന്നത് വഴിയും അവരുടെ ഓരോ ഘട്ടം ഘട്ടമായുള്ള ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എല്ലാ കാര്യത്തിലും ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിന് ദൈവാധീനവും ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻസ്, കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ, കാൽപാദങ്ങൾക്ക് വേദന, പേശിക്ക് വലിച്ചിൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ചികിത്സകൾ കൊണ്ട് ഫലപ്രദമാകാനും സാധ്യത കാണുന്നുണ്ട്. ആദ്യ മാസങ്ങൾക്കു ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇൻഫെക്ഷൻസ് വന്നുപെട്ടേക്കാം. എല്ലാം ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും, മാസത്തിലൊരിക്കൽ ഭഗവതി സേവ, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ തുലാക്കൂറിൽപ്പെട്ട ചിത്രയുടെ അവസാന പകുതി, അതായത് 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗം എന്നിവ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക.
നിങ്ങളുടെ ദശയും അപഹാരവും മനസ്സിലാക്കി യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ മാത്രമേ ശുഭ അനുഭവങ്ങൾ ലഭിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.